ഈശോയുടെ വചനത്തിന്റെ ശക്തിയുടെ സംരക്ഷണത്തിന് കീഴിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് അല്ലെ. ഈശോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശക്തി പുറപ്പെടുവിക്കുന്ന എന്താണ് ഈ ലോകത്ത്? വചനത്തിലൂടെയാ, ദൈവവചനത്തിലൂടെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പോ പല വളരെ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാര്, ആത്മീയ ഗുരുക്കന്മാരായ ക്രൈസ്തവര് പോലും ക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. അതൊരു കാലം ദൈവം കൊണ്ടുവരും. എല്ലാം ഒട്ടും മടങ്ങും എന്ന് പറയുന്നത് വെറുതെ ഒന്നും ദൈവവചനത്തിൽ ഒന്നും വെറുതെ എഴുതി വെച്ചതല്ല. എല്ലാം തക്ക സമയത്ത് അതിന്റെ പ്രവൃത്തി. അതുപോലെ തന്നെ തിന്മയുടെ ശക്തിയുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവനും ഇന്ന് വലിയൊരു ഭയപ്പാടോടുകൂടെയാണ് ജനജീവിതം മുന്നോട്ട് പോയിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചേ മതിയാവൂ അല്ലെ, ഈ പ്രതിസന്ധികൾ വന്നേ മതിയാവൂ. എങ്കിലാണല്ലോ ഈശോയുടെ വരവിന് സമയങ്ങൾ ത്വരിതപ്പെടുത്തുന്നത്. അപ്പം എല്ലാം കടന്നു പോവുക എന്നുള്ളത് ദൈവഹിതമാണ്. എല്ലാം സഹിച്ചു പോകുമ്പോൾ ജെറുസലേം പുത്രിമാരെ കണ്ട് ഈശോ പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്നെ നോക്കി വേദനിച്ചു കരയുന്നുണ്ട്. പക്ഷെ ഈശോ അവരെ അനുഗ്രഹിക്കുന്നതിന് പോലെ തന്നെ വരാനിരിക്കുന്ന അപകടങ്ങളെയും കൂടി അറിയിച്ചുകൊണ്ടാണ് കടന്നു പോണത് അല്ലെ. അവര് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് അല്ല ഈശോ പറഞ്ഞത്. എന്താണ്? വരാനിരിക്കുന്ന പ്രതിസന്ധിയെ കാലേ കൂട്ടി അറിയിക്കുകയാണ്, പ്രിപ്പയർഡ് ആവാനായിട്ട്. അപ്പം ഈശോയുടെ എന്താണ് ഏറ്റവും വേദന നിറഞ്ഞ യാത്രകളില് ഈശോയെ കണ്ട് കരഞ്ഞ ഒരു വലിയൊരു സമൂഹം തന്നെയാണ് ജെറുസലേം പുത്രിമാര്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ വേദനയോട് ഐക്യപ്പെട്ട ഒരു നിസ്സഹായരായ മനുഷ്യര്. പക്ഷെ ഈശോ അവരോട് പറയുന്നത് ജെറുസലേം പുത്രികളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നുന്നുണ്ട്. അനുകമ്പ തോന്നുന്നത് ഇപ്പോഴൊപ്പം തന്നെ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കണം, നിങ്ങൾ ഇപ്പോഴേ തന്നെ തയ്യാറാകണം, ഇപ്പോ തന്നെ നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചു തുടങ്ങണം എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളെ അത് തൊടില്ല, നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങളെ നശിപ്പിക്കില്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോ ഇത് കടന്നു പോവുക തന്നെ വേണം എന്നുള്ളത് ഈശോയുടെ ഓരോ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ കടന്നു പോകാൻ എവിടെന്നാ നമുക്ക് ശക്തിയില്ല അല്ലെ. നമുക്ക് ചില പ്രതിസന്ധികളെ, ചില ജീവിത വേദനകളെ, പല രോഗാവസ്ഥകളെ, ചില അപമാനങ്ങളെ, ചില അവഗണനകളെ ഒന്നും നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. നമ്മൾ അതുപോലെ നിസ്സാരരും നിഷ്ക്രിയരുമാണ്. ഇതെങ്ങനെ കടന്നു പോകണം? എങ്ങനെ കടന്നു പോകും? ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി തന്നെ നമുക്ക് വേണം. ചില മനുഷ്യര് സമൂഹത്തിലിരുന്ന് അപമാനിക്കപ്പെടുമ്പോ നമ്മൾ തൊലി ഉരിഞ്ഞു ഞാൻ ചില ഇതൊക്കെ കാണുമ്പോൾ ചിലവരുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞിട്ടേ പോരുള്ളൂ എന്ന്. നമ്മൾ അതായത് നമുക്ക് പുറമേ നിന്നൊക്കെ സംസാരിക്കാം, പുറമേ നിന്ന് കമന്റ് അടിക്കാം. പക്ഷെ ആ അനുഭവിക്കുന്ന വ്യക്തി അതുപോലെ സഹനങ്ങള് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പ്രതികരിക്കുന്നില്ല എന്നുള്ളത്, ആ വ്യക്തിക്കും പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്, ആ വ്യക്തിക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് ദൈവത്തിന്റെ സഹായം കൊണ്ടാണ്. പലപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു എന്താന്ന് വെച്ചാൽ, എനിക്ക് ആരെങ്കിലും നമ്മളെ മാനസികമായി വിഷമിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമുക്ക് പറയാൻ 100 വാക്കുകൾ വായില് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. പക്ഷെ വാ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ദൈവം അങ്ങനെ തടഞ്ഞു നിർത്താറുണ്ട്, മിണ്ടരുത് എന്നുള്ളതില്. പക്ഷെ നമുക്ക് പറയാൻ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പെരുമഴ പോലെ വാക്കുകളും ചിന്തകളും ദേഷ്യവും വെറുപ്പും ഒക്കെ ഇങ്ങനെ അല അടിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഉള്ളില് വെറുപ്പ് വരുമ്പോഴേക്കും നമ്മുടെ ചിന്തകളിലും വെറുപ്പ് വരും. ഹൃദയം മുഴുവനും വെറുപ്പ് കൊണ്ട് നിറയും. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഫ്ലോട്ട് മുഴുവനും വെറുപ്പിന്റെ സംസാരങ്ങളും ചിന്തകളും മാത്രമായി. ഇത് നമുക്ക് പുറത്തോട്ട് ഒന്ന് ഛർദ്ദിച്ചിടണം, അല്ലെങ്കിൽ പുറത്തോട്ട് പറയണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സർവശക്തി എടുത്ത് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് സാധിക്കില്ല. കാരണം ദൈവം അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണായിരിക്കാം. അപ്പോ ആരും വെറുതെ ഒന്നും ചെയ്യുന്നതല്ല. അതിന്റെ ഇടയിൽ ഒരു ദൈവിക ശക്തി നമുക്ക് പറയണമെന്ന് വിചാരിച്ചാൽ പോലും പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാല് അത് ദൈവം അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ദൈവം തടഞ്ഞു നിർത്തി ചില എളിമപ്പെടു
അപ്പോ അതായത് നമുക്ക് ആർക്കും തന്നെ സ്വന്തമായിട്ട് എളിമപ്പെടാൻ സാധിക്കില്ല. സ്വന്തമായിട്ട് ദൈവിക കൃപയിലും നന്മയിലും ജീവിക്കാൻ സാധിക്കില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു നന്മ പുറപ്പെടുവിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് ദൈവം അനുവദിക്കണം. എല്ലാം അനുവദിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത പ്രൊട്ടക്ഷൻ, ജീവിത സംരക്ഷണം പോലും ഇതില് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാം നിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് നമ്മൾ പുറത്തു ചാടാൻ എപ്പോ ആഗ്രഹിക്കുന്നു ആ സമയം ശാശു പറയും, വാ മോനെ, കുഴപ്പമില്ല, വാ മക്കളെ എന്നും പറഞ്ഞ് ഒരുപാട് പ്രലോഭനങ്ങളുടെ നമുക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൺമുമ്പില്, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങള്, വ്യക്തികള്, പ്രവൃത്തികള്, ചിന്തകള്, പലവിധ ഇന്ന് കിട്ടാത്ത ഒന്നുമില്ല. അപ്പൊ എല്ലാത്തിനെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ ആളുകൾ ഇഷ്ടംമാരെ ഉണ്ട്. പക്ഷെ നമുക്കതിനെ നോ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളില് കൂടാരം വേണം, അല്ലെ? ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥ ബന്ധം നമ്മളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തി കളയാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ എത്ര കഠിനമായ പാപിയാണെങ്കിൽ പോലും ദൈവത്തിന് സഹായിക്കാൻ സാധിക്കും. ദൈവമേ എന്നുള്ളൊരു ചിന്ത, അതായത് നമുക്കറിയാം നല്ല കള്ളൻ ഒരിക്കൽ പോലും പറുദീസ സ്വീകരിക്കുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത സമയത്താണ് ഈശോയോടൊപ്പം മരിക്കാൻ, ഈശോയുടെ മരണത്തിന്റെ ആ സമയങ്ങള് വേദനയോടുകൂടെ ആയിരിക്കുമ്പോ നല്ല കള്ളൻ വളരെ പരുഷമായ രീതിയിൽ മറ്റ് വശത്ത് കിടക്കുന്ന കള്ളനോടൊപ്പം തന്നെ ഈശോയെ വളരെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളൊക്കെ സംസാരിച്ചു, വേദനിപ്പിച്ചു. പക്ഷെ എപ്പോഴും ദൈവീകമായ ഒരു ശക്തി നല്ല കള്ളന്റെ ആത്മാവിലേക്ക് ദൈവം കൊടുത്തു. മറ്റേ കള്ളനും കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ പത്രോസ്ലീഹയ്ക്ക് സാധിച്ചതുപോലെ യൂദാസ് കറിയോത്തേക്ക് സാധിച്ചില്ല. അപ്പൊ ഈ സാധ്യമാകുന്നത് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ റിയാലിറ്റിയോടുകൂടി നമ്മളൊന്ന് പൊരുത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഐക്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് എളിമപ്പെടാനും അനുസരിക്കാനും വിധേയപ്പെടാം. ഇതുവഴി നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെറുതാവുകയല്ല, നമ്മൾ ദൈവത്തിന്റെ കൃപയോട് ചേർന്ന് നമ്മൾ വലുതാവുകയാണ്. പക്ഷെ ലോകം ചിലപ്പോ പറയും, ദൈവത്തിനെ വിളിച്ചിട്ട് അവനിപ്പോ എന്ത് ലാഭം ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് എന്ത് ലാഭം ഉണ്ടായി, കുടുംബം എന്തായി, വളരെ ദുരിതപ്പെട്ട അവസ്ഥയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈശോ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ എന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് പറയണം, നീ സമ്പന്നനാണ്, നീ സമ്പന്നയാണ്. ഇത് ഒരു ദൈവികമായ വലിയൊരു ഇടപെടലുകളാണ്, ദൈവികമായ ദൈവത്തിന്റെ വലിയ ഒരു ചിന്തകളാണ്. അതിനൊരു അനുഗ്രഹത്തിനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ബെഞ്ചമിൻ സങ്കീർത്തനം 91 മറിയത്തിന് സൗകര്യമായി വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധമ്മ പറയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് നമ്മൾ പറയും, മാതാവിന് കിട്ടിയ വലിയ കാര്യം എന്താണ്? നമ്മൾ എന്ത് പറയും? എന്ത് പറയും? മാതാവിന് കിട്ടിയ വലിയ അനുഗ്രഹം എന്താണെന്ന് പറയും?
ഈശോയാണ്. ഈശോയെ കിട്ടിയത്. നോർമൽ മനുഷ്യർ അങ്ങനെയാണ് പറയുന്നത് അല്ലെ. സാധാരണ മനുഷ്യരായ മനുഷ്യര് പറയുന്നതാണ് ഈശോയെ പ്രസവിക്കുവാൻ ഒരവസരം കിട്ടി, ദൈവം അനുഗ്രഹിച്ചു, അനുവദിച്ചു. ഇതാണ് മനുഷ്യൻ കാണുന്ന ഏറ്റവും വലിയ അവസരം. പക്ഷെ അതിനേക്കാൾ വലിയ 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 ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ വാക്കുകൾക്ക്. അത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യം. അതായത് നമ്മൾ മാതാവിന്റെ ഉദരത്തിലേക്ക് ഈശോയെ ജനിക്കുവാൻ ദൈവം അനുവദിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടുള്ള വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പേ അമ്മ പ്രിപ്പയർഡ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ട്. പ്രിപ്പറേഷൻ ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ ദൈവകൃപയ്ക്ക് ഐക്യപ്പെട്ട് നിൽക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പൊ ഒരു കൃപ നമുക്ക് കിട്ടി, ഒരു വരം കിട്ടി നമുക്ക്. പക്ഷെ അത് അന്നത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മരണം വരെ യൂസ് ചെയ്യാനുള്ളതാണ്. മരണം വരെ യൂസ് ചെയ്യുക എന്നുള്ളത് എന്തിന്റെ ബേസിലാണ്? എന്തിന്റെ ബേസിലാണ്? ദൈവവുമായുള്ള ഐക്യം ദൈവവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹ ഐക്യത്തിന്റെ അടയാളമായിട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് ഈ നമ്മളുടെ ഓരോ വരങ്ങൾ, ഇപ്പോ പാടാൻ കഴിവുള്ളൊരു വ്യക്തി അത് പാടി 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 നന്നായിട്ട് പാടി അതിന്റെ ആ എന്താണ് ബ്യൂട്ടി കൂടുതലാകുള്ളൂ അല്ലെ. ബ്യൂട്ടി അതിന്റെ ആ ഒരു കേൾവിയും ആസ്വാദനവും ഒക്കെ കൂടുതൽ കൂടുതൽ നമുക്ക് അനുഗ്രഹമായി മാറും, അല്ലെങ്കിൽ നമുക്ക് ആസ്വാദ്യമായി മാറും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, ഭക്ഷണം ആദ്യം ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തില് എന്റെ മോനിപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾ, അവനിപ്പോ ഒരു ചായ ഇട്ടുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഇട്ട് തരും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സമയത്ത് അവൻ ചെയ്തു തരാറുണ്ട്. പക്ഷെ അവന്റെ പ്രായത്തിൽ ഞാനൊന്നും എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഒരു ഓംലേറ്റ് അടിക്കാനായിട്ട്. ഞാനിങ്ങനെ എല്ലാം വെട്ടിയെടുത്തിട്ട് ഞാൻ ഓർക്കാറുണ്ട്, വെളിച്ചെണ്ണ ഇതില ചട്ടിയിലാണ് ഇടേണ്ടത്, ഈ മുട്ട ഇങ്ങനെ റെഡിയാക്കി എടുത്തേക്കാൻ സാധനത്തിൽ അത്രമാത്രം ബുദ്ധിയും ബോധവും ഇല്ലായിരുന്നു. അപ്പൊ ഈ ചട്ടിയിലാണ് ഇടേണ്ടതെന്ന് നോർമലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതുപോലും ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും, ഇന്നിപ്പോ ആരും ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചതൊന്നല്ല. ഒരു വീട്ടിൽ അത്യാവശ്യം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. അപ്പൊ പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കണോ, കേക്ക് ഉണ്ടാക്കണോ, എന്തെങ്കിലും എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിൽ എന്റെ അവസ്ഥയൊക്കെ ഒരുപാട് ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആരും എന്നോടൊന്നും പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്നൊന്നും ആരും പറഞ്ഞു തന്നല്ല. ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിൽ കൂടി ഒരു ദൈവിക സഹായം എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു വീട്ടമ്മമാരങ്ങനെ. അപ്പൊ അതുപോലെ നമ്മൾ ഏത് മേഖലയാണ് ഇപ്പൊ ഒരു എന്താണ് പ്രയർഫുൾ ആയിട്ട് ജീവിക്കണോ, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്റ്റൈലൊന്നും ആയിരിക്കില്ല. പിന്നീട് ആദ്യമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മളെ ജപമാലയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കരുണക്കൊന്തയിലും, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രയറൊക്കെ നമുക്ക് ബുക്ക് നോക്കി ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സമയത്ത് ഞാനും ചെയ്തിരുന്ന പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ജപമാല എടുത്ത് പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം, യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം, ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം. എന്താണ് ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ ഓർക്കുമ്പോ അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനായി മാറുന്നുണ്ട്. അപ്പോ അത് ഏറ്റവും സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാല് ഈ ദൈവീക ശക്തി നമ്മളുടെ ഈ ദുർബലമായ ജീവിതത്തിൽ എങ്ങനെ ആവശ്യമാണോ, ഇപ്പൊ എനിക്കിപ്പോ ശ്വസിക്കാനായിട്ട് ശ്വാസമില്ല, അപ്പൊ എനിക്ക് അത്യാവശ്യം ഇപ്പൊ എന്താ വേണ്ടത്? ശ്വാസമാണ്. ഇന്ന് തന്നെ ഞാന് പ്രയറിന് കയറുന്നതിന് മുമ്പ് ഞാൻ ജയന്തി ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, അറിയില്ല, ദൈവം സഹായിക്കുന്ന പോലെ ചെയ്യട്ടെ എന്ന്. പക്ഷെ ഞാനിപ്പോ പറയുമ്പോൾ എനിക്ക് അത്ര വലിയ സ്ട്രെയിൻ ഇല്ലാതെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഈ സമയം എന്നെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. കാരണം ഞാൻ അത്രപോലെ 2 ദിവസമായിട്ട് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് തൊണ്ട അനക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. വീട്ടിലാണെങ്കിൽ പല സമയങ്ങളിൽ ഞാൻ ആംഗ്യ ഭാഷ കാണിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോ
ഈ സമയം ഞാൻ ഈ സംസാരിക്കണമെന്ന് ദൈവം വിചാരിച്ചത് കൊണ്ടും ദൈവം എന്നെ സഹായിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഈ ചെറിയ ദുർബലമായ ജീവിതത്തിൽ എനിക്കിപ്പോൾ ആവശ്യം എന്താണ്, അത് ദൈവം സഹായമായി, ദൈവത്തിന്റെ ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ തരുന്നത്, അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് മാതാവ് പറഞ്ഞ പോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന സമയം ഞാനിപ്പോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ സംസാരിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ സഹായമുണ്ട്. ഒരു ബോധ്യം, അതായത് വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിന്റെ കയ്യിലുണ്ടോ അത്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുമോ എന്നൊക്കെ ഓർക്കണം. പക്ഷെ ഇന്ന് വരെ കിട്ടിയിരിക്കുന്നത് എന്ത് തരം ജീവിതമാണെങ്കിലും, ഏത് തരം ജീവിതമാണെങ്കിലും ഇന്ന് വരെ കിട്ടിയതും ഞാൻ ഉപയോഗിച്ചതും എന്നിൽ കൂടി അനുഗ്രഹം പ്രാവശ്യമായ എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞ ഈ വചനത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാണ്. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം, ഇപ്പോൾ മുതൽ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം മറിയത്തിൻ സ്തോത്രത്തിൽ തന്നെയുള്ള വചനഭാഗം തന്നെയാണ്. 1-ാം അധ്യായത്തിൽ 48-ാമത്തെ തിരുവചന ഭാഗം. ഇപ്പോൾ മുതൽ സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് എന്റെ മൂത്തമോനോട് ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ ചിലപ്പോ നീ സോഫിയുടെ മോനാണെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോ നിന്നെ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കതിൽ അഭിമാനിക്കാവുന്നേ ഉള്ളൂ. അപ്പോ അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മരണത്തിനെ കുറിച്ച് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് അങ്ങനെ പറയും. അപ്പോ ഞാൻ പറഞ്ഞു, നിനക്കത് കേൾക്കുമ്പോ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവും? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്, കാരണം നമ്മുടെ പേരിലല്ലേ ഞാൻ അറിയണത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകത്ത് എല്ലാവർക്കും പ്രാർത്ഥിക്കണം അല്ലേ? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മളുടേതായ ആവശ്യങ്ങൾ നിറവേറപ്പെടാൻ വേണ്ടിയല്ലേ? അല്ലേ? നോർമല് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവനവന്റെ നിലനിൽപ്പും അവനവന്റെ അനുഗ്രഹങ്ങൾക്കും അവനവന്റെ പല പല കാര്യങ്ങളുടെ മേല് ദൈവം ഇടപെടാൻ വേണ്ടിയാണ് അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ് അല്ലെ? ഈശോയുടെ 2-ാമത്തെ കൽപ്പന തന്നെ എന്താണ്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്. അപ്പൊ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ 1-ാമത്തെ കൽപ്പന നമ്മള് ഉറച്ച നിലപാടോടുകൂടെ നിൽക്കണം. 1-ാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ ഒരു കൽപ്പന അല്ലെങ്കിൽ ഈ ഒരു വചനം നമ്മള് എത്ര ശക്തിയെടുത്ത്, എത്ര ബുദ്ധിയെടുത്ത്, എത്ര കഴിവെടുത്ത് നമ്മളത് പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ? പൂർണ്ണ മനസ്സോടുകൂടെയാണോ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? പൂർണ്ണ ശക്തിയോടുകൂടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണോ? പല വിചാരം, ഇപ്പൊ നമ്മൾ ജപമാല ചെല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എന്ന് പറയും. പല വിചാരത്തോടുകൂടെ അത് ചെയ്ത് അത് നമുക്കറിയാം. ജപമാല ചെല്ലുമ്പോൾ പല വിചാരത്തോടു കൂടെയാണ് ചെയ്ത് തീർക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് പിതാവായ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലെ? ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. അതുപോലെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഒരു വിചാരത്തോടു കൂടിയാണോ ഇരിക്കുന്നത്? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കുർബാനയെങ്കിലും എനിക്ക് അർപ്പിക്കാനായിട്ട്. അതായത് ഇന്ന് വരെ അർപ്പിച്ചേക്കണത് അല്ലെ, ചിലപ്പോ ആയിരക്കണക്കിന് കുർബാനയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ദിവസം ചിലപ്പോ 3-4 കുർബാന ഒക്കെ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് പാട്ട് പാടുന്നത് കൊണ്ട്. പക്ഷെ ഇതിൽ ഞാൻ പങ്കുകൊള്ളുമ്പോ എത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ സ്നേഹത്തോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ഒക്കെയാണ് ആയിരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ദൈവത്തിന് മാത്രം അറിഞ്ഞു അല്ലെ? നമ്മളുടെയൊക്കെ പല സമയങ്ങളും അങ്ങനെ തന്നെ അല്ല? അപ്പൊ ഈ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പില് ദൈവം തന്നെ തീരുമാനിക്കണം, നമ്മൾ പൂർണ്ണതയോടുകൂടെയാണോ എന്നെ സ്നേഹിക്കുന്നത്,
പൂർണ്ണതയോടുകൂടെയാണോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നെല്ലാം ദൈവത്തിനറിയാം. അപ്പോ ഈ പൂർണ്ണത മുഴുവനും, അതായത് അപൂർണതയില്ലാത്തൊരു ഏക വ്യക്തിത്വം ആരായിരുന്നു? ദൈവമായിരുന്നു, പരിശുദ്ധാമ്മയും. പരിശുദ്ധാമ്മയായിരുന്നു. അതായത് ദൈവം സ്രഷ്ടാവാണ്. അതെ. ദൈവം സ്രഷ്ടാവാണ്. ദൈവത്തിനെ കുറിച്ച് നമുക്കൊന്നും അങ്ങനെ പറയാനും പക്ഷെ സൃഷ്ടിയാണ് മറിയം, അല്ലെ? സൃഷ്ടിയായ മറിയത്തിന് അപൂർണതകൾ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട്. പക്ഷെ ഇവിടെ മറിയത്തിന്റെ കാര്യത്തില് ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ഒരു കാര്യത്തിലും അപൂർണത, അതായത് ഫുൾ ഓഫ് ഗ്രേസ് എന്ന് നമ്മൾ ആരുമല്ല പറഞ്ഞു വെച്ചേക്കുന്നത്. ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം തന്നെ തന്റെ മുഖ്യദൂതനായ മാലാഖമാരോട് പറഞ്ഞു വിട്ടൊരു കാര്യമാണ്. ഒരു പോസ്റ്റ് കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോ പോസ്റ്റ്മാൻ ഇതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല, നമ്മളാണ് എടുത്ത് വായിക്കണത്, ഇല്ല. അപ്പൊ കൈ കൊണ്ടുവന്നത് അത്രമാത്രം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ദൈവം മാലാഖയോട് പറഞ്ഞു വിട്ട കാര്യമാണ്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അത്രമാത്രം പൂർണ്ണതയോടുകൂടെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത് മറിയത്തെ മാത്രമാണ്. ലോകത്ത് വേറെ ആരെയും വിളിച്ചിട്ടില്ല. അത്രമാത്രം പൂർണ്ണതയോടുകൂടെ നിൽക്കുന്ന ആ ഒരു അമ്മയെയാണ് നമ്മളും ഇതുപോലെ ആശ്രയിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതുമെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾ ഇന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ മരിക്കുമല്ലോ. അതായത് നിങ്ങൾക്ക് എന്തായാലും ലോകത്തോട് പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട്, എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ അന്ന് അമ്മയോട് ചേർന്ന് ജീവിച്ചതിന്റെ ബെനിഫിറ്റ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന്. അതായത് നമ്മൾ പ്രവർത്തിക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്യിക്കുമ്പോ ഞാനിപ്പോ ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയുടെ ജപമാല ചെല്ലുന്നു പറഞ്ഞാല്, ഇപ്പൊ ഗ്രൂപ്പില് ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയുടെ ജപമാല ഒരാളും ചെല്ലാതെ ഒരു ദിവസവും കടന്നു പോകരുതെന്ന് പറയണത് എനിക്ക് വേണ്ടിയാണോ? അല്ല. അല്ല. ചെല്ലുന്ന ആരാണോ വിശ്വാസത്തോടുകൂടെ ചെല്ലുന്നത് അത് അവർക്ക് തന്നെ അനുഗ്രഹമായി മാറാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഒരാൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം എന്നൊരു കണ്ടീഷൻ, ഒരു നിയമം വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ താല്പര്യം ഉണ്ടായിട്ടോ താല്പര്യമില്ലാതെയോ ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ സഹായം മറിയത്തിൽ കൂടി നമുക്ക് തരും. അത് ഉറപ്പായിട്ട് തരും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്താ പ്രാർത്ഥിക്കുന്നത്? അമ്മയുടെ ശക്തി പ്രകടമാക്കണമേ എന്ന്, അല്ലെ? അത് ചിലപ്പോ നമ്മളുടെ സാധാരണ ഒരു സമയത്തായിരിക്കില്ല പ്രകടമാക്കേണ്ടി വരുന്നത്. നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോ, ഒരു നിസ്സഹായ അവസ്ഥയുടെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ആരും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കളക്ഷൻ എടുക്കുന്ന സമയമായിരിക്കും അത്, അല്ലെ? ഈ നമ്മുടെ ടീച്ചേഴ്സുമാർക്ക് അറിയാം, ഈ റിവാലുവേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ ഇപ്പൊ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോ, എന്റെയൊക്കെ ചെറുപ്പത്തില് പഠിക്കുമ്പോഴൊക്കെ മാർക്ക് കുറഞ്ഞു പോയാൽ എവിടെയെങ്കിലും ഒരു 1/2 മാർക്കോ 1 മാർക്കോ 3/4 മാർക്കോ എവിടെയെങ്കിലുമൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങള് തപ്പി നോക്കാറുണ്ട് ആൻസർ ഷീറ്റില്. അപ്പോ എന്നിട്ട് വേണം ടീച്ചറിനെ കൊണ്ട് കാണിക്കുക. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ചിലപ്പോ കാണാണ്ട് പോയതൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇട്ടുതരും. ചിലപ്പോ ചിഹ്നങ്ങളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിലൊക്കെ ആയിരിക്കും 1/2 മാർക്ക് അങ്ങോട്ട് കുറച്ചേക്കണം. അപ്പൊ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അത് ടീച്ചർ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോ ശരി എന്നൊക്കെ പറഞ്ഞ് അത് ഇട്ടുതരും. അപ്പൊ ഇങ്ങനെ, അതായത് മാനുഷികമായ തലത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ ദൈവീക തലത്തിൽ മാതാവ് നമുക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ ഇന്ന് വരെ ചെയ്തിരിക്കുന്ന ജപമാലകള്, അമ്മയോട് ചേർന്ന പ്രാർത്ഥനകള്, അല്ലെങ്കിൽ ദൈവവചനത്തോട് ഐക്യപ്പെട്ട് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്ത ഓരോ കാര്യങ്ങളും അതിന്റെ ആ ഒരു പ്രതിഫലമായിട്ട് മാതാവിന്റെ കയ്യില് മറ്റൊരു വചനഭാഗം ഉണ്ടല്ലോ, മാതാവിനെ മഹത്വപ്പെടുത്തുന്ന നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന് പറഞ്ഞത് പ്രഭാഷകന്റെ പുസ്തകത്തില്. ഇതൊക്കെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കും. അപ്പൊ ഈ കളക്ഷൻ എടുക്കുന്ന സമയമാണത്.
നിക്ഷേപം എന്തോ ഇവന്റെ പേരിൽ എന്തോരം കളക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവളുടെ പേരിൽ എന്തോരം കളക്ഷൻ ഉണ്ട് എന്ന് മാതാവ് നോക്കുന്നുണ്ട്. കാരണം വെറുതെ കൈവീശി ഈശോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നടക്കില്ലെന്നറിയാം. അപ്പൊ കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. എന്തിന്റെ കളക്ഷൻ? ഇങ്ങനെ നമ്മുടെ ചെയ്തു വെച്ചിരിക്കുന്ന നല്ല നല്ല നിക്ഷേപങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ഇനി അഥവാ കുറവാണെങ്കിലും എന്ത് ചെയ്യും? അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് തരും. അത് ഉചിതമായി മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് മാതാവ് പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക്, അതായത് ദൈവത്തിനും, കഴിഞ്ഞ ദിവസം എന്റെ പുത്രൻ പറയാണ്, മൂത്തവൻ പറയാണ്, എനിക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിക്കണേ, ഞാൻ രക്ഷപ്പെടുവോ അമ്മയെന്ന്. അപ്പൊ ഞാൻ പറയും, നീ രക്ഷപ്പെടാഴികയൊന്നുമില്ല, നീ എന്തായാലും രക്ഷപ്പെട്ടിരിക്കണം. പക്ഷെ നീയും കൂടി വിചാരിക്കാതെ പൂർണ്ണമായ രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമില്ല. അതായത് ദൈവത്തിന് തരാൻ മാത്രമേ പറ്റുള്ളൂ. ദൈവത്തിന് എല്ലാം തരാനേ പറ്റുള്ളൂ. പക്ഷെ ഈ സ്വീകരിക്കുന്ന ആളും കൂടി സഹകരിച്ചാൽ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പനയില് ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായ സ്നേഹമാണ്. ഈശോയുടെ പൂർണ്ണമായ ഹൃദയത്തോടു കൂടെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷെ ഞാൻ അതനുസരിച്ച് അതുപോലെ ആകണമെന്ന് ദൈവത്തിന്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഒന്നാമത്തെ നിയമം തന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അല്ലെ? ഈശോ പറയുന്നുണ്ട്, പല പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നൊരു മറ്റൊരു വചനഭാഗമാണ് എന്ത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. അല്ലെ? അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് അനുസരിച്ച് തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരും അതേപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു റീല് കണ്ടതാണ്. ഒരു വലിയൊരു പാമ്പ് ഇങ്ങനെ ഓടയിൽ കൂടി ഇഴഞ്ഞഴിഞ്ഞ് വന്നെ. അപ്പൊ എന്താന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഒരു വലിയൊരു മീൻ ആ ഓടയുടെ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് എപ്പോഴോ ചാടി കയറിയതാണ്. തുള്ളിച്ചാടിയപ്പോഴേക്കും വെള്ളമില്ലാത്ത സ്ഥലത്തോട്ട് വീണതാണോന്നറിയില്ല. അപ്പൊ ഈ പാമ്പ് വളരെ വേഗം, അപ്പൊ കാണുമ്പോ നമ്മൾ വിചാരിക്കും പാമ്പ് മീനെ പിടിക്കാൻ തന്നെയാണെന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഈ പാമ്പ് തന്റെ തല കൊണ്ടും അതിന്റെ ഉരകങ്ങൾ കൊണ്ടും ഈ മീനെ ഈ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളു അതിലോട്ട് ഇങ്ങനെ ചേർത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ടു. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഇവർക്കൊക്കെ ആരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല പരസ്പരം സ്നേഹിക്കാനും അവരുടെ ആ വെള്ളം കിട്ടാത്ത അവസ്ഥയെ മീനെ രക്ഷിക്കണമെന്ന്. പാമ്പിന് വഴിക്ക് പോയാൽ മതി, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥയില് അതിന്റെ വർഗം പോലും അല്ല, എന്നിട്ട് പോലും അവര് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. ഒത്തിരി ഇപ്പോ മൃഗങ്ങളെ കണ്ട് നമ്മൾ പഠിച്ച ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാകുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും, ദൈവമേ, ഇതിന്റെ മുമ്പില് നമ്മളൊക്കെ എത്ര നിസ്സാരരാണ്. അപ്പൊ ഈ നമ്മളുടെ ഈ ചെറിയ ജീവിതത്തില്, അതായത് നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര നികൃഷ്ടരാണെന്ന്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സ്കൂൾ കിറ്റിന്റെ ഒരു ഇത് വന്നു. അതായത് എന്താണ്, ഇപ്പൊ ഈ ഒരു സംരംഭമാണ് ജനസേവ എന്ന് പറഞ്ഞ സംരംഭം. അതിലപ്പോ 2000 രൂപയുടെ ഒരു സ്കൂൾ കിറ്റ് പാക്കേജാണ്. അപ്പൊ ഞാനും അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. 1000 രൂപ കൊടുത്താൽ മതി. അപ്പൊ അതില് കുറച്ച് 10-15 ഐറ്റംസ് ഉണ്ട്. ഓരോ സെക്ഷൻ വൈസ് ആണ്. അപ്പോ കിട്ടിയവര് പറയാണ്, എനിക്ക് സ്കെയിലില്ല, റബ്ബർ ഉണ്ടായില്ല, അതുണ്ടായില്ല, ഇതുണ്ടായില്ല. ഇവരാണെങ്കിൽ 2000 പേർക്ക് വേണ്ടിയാണ് ഈ സംരംഭം റെഡിയാക്കിയത്. ഈ കിട്ടിയവര് പറയാണ്, സ്കെയിൽ ഉണ്ടായില്ല, റബ്ബർ ഉണ്ടായില്ല, കുഞ്ഞു സാധനങ്ങൾ നഷ്ടപ്പെട്ടു, അത് ഉണ്ടായില്ല, എനിക്ക് ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് ഒരു എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നു. കിട്ടി, പകുതി കാശേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് കിട്ടി. അപ്പൊ ഞാനത് കുറെ പേർക്കൊക്കെ ഷെയർ ചെയ്തു. പക്ഷെ ആരെങ്കിലും വാങ്ങിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിശയം തോന്നി. കാരണം എനിക്കും കിട്ടി, എനിക്കൊന്നും മിസ്സായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ലിസ്റ്റ് കിട്ടിയത് പോലെ തന്നെ എനിക്കും കിട്ടി.
അപ്പൊ ഞാൻ ഓർത്ത് ഈ പരാതി പറഞ്ഞത് ഈ 3 രൂപ 5 രൂപയുടെ സ്കെയിലിന് വേണ്ടി ഈ 12,000 പേർക്ക് അതിൽ കൂടുതൽ ആളുകൾക്ക് കൊടുത്ത ഒരു സംരംഭം. ഒരുപാട്, അതായത് എല്ലാം തരംതിരിച്ച് എല്ലാം ചെയ്യണം. നമുക്കിപ്പോ നമ്മുടെ വീട്ടില് ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് രാവിലെയും ഉച്ചയ്ക്കും ഓരോ കാര്യം ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ 12,000 പേർക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഇതെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല രീതിയിൽ പല പല സെക്ഷനായിട്ട് പല കാറ്റഗറി അനുസരിച്ച് തരം തിരിച്ചു കൊടുക്കണം. ഇതൊന്നും നിസ്സാര കാര്യമല്ല എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ, ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ടാണോ ഈ പരാതി പറച്ചില? ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഇങ്ങനെ പരാതി പറയുന്നതനുസരിച്ച് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ എല്ലാ വസ്തുക്കളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അത് പരാതിയായിട്ട് കുറെ പേര് അതിനെ പ്രതികരിച്ചു. അപ്പോ അതായത് നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയും കരുണയും കൂടിയാണ് കിട്ടുന്നത്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ കൂടി, മനുഷ്യരിൽ കൂടി തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ പരിശുദ്ധമ്മ പറയുന്നത് സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകൃതി നമ്മളുടെ ഇത് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതവും വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കുമല്ലോ. ചിലപ്പോൾ ചെറിയ കാര്യം, ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ അത് എത്രത്തോളം അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം എന്നൊക്കെ ഓർത്ത് നമ്മൾ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. പറ്റാത്തത് എത്തിപ്പിടിക്കാൻ ദൈവം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ മാതാവിനെ സംബന്ധിച്ച് അമ്മയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ലോക ജനതയെ ദൈവീക അനുഗ്രഹത്തിലേക്ക്, ദൈവീക സംരക്ഷണത്തിലേക്കും ഇങ്ങനെ മുറുക്കി ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള അതിതീവ്രമായ ആഗ്രഹം കൊണ്ടാണ് അമ്മയുടെ ആ ഒരു ദൗത്യം തന്നെ തുടങ്ങുന്നത്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു സമൂഹങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, നമ്മളായിരിക്കുന്ന ആ മേഖലകൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ ഇവിടെ അമ്മ അങ്ങനെയല്ല. ലോകം മുഴുവൻ, ഇനി ജനിക്കാനിരിക്കുന്നതുമായ ഇനി മരിച്ചതുമായ എല്ലാവർക്കും വേണ്ടിയാണ് അമ്മ ഇത്രമാത്രം ഡെഡിക്കേഷൻ ആയത്. അപ്പോ പിന്നെ എങ്ങനെ ദൈവം എങ്ങനെ പറയാതിരിക്കോ? അല്ല, ചില മനുഷ്യരിപ്പോ നമ്മുടെ മദർ തെരേസ, വിശുദ്ധ മദർ തെരേസയായി മാറി പെട്ടെന്ന് തന്നെ. വിശുദ്ധ മദർ തെരേസയെ അധികം കാലതാമസമൊന്നും എടുത്തില്ല. എന്തുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് മദർ തെരേസയെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായ ഒരു ദൈവീകമായ ഒരു അനുഭൂതിയാണ്. കാരണം അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന്റെ പ്രതിഫലമാണ് ഇന്ന് ആ വിശുദ്ധയിൽ കൂടി ലോകം മുഴുവനും നാനാജാതി മതസ്ഥരും വിശുദ്ധ മദർ തെരേസയായി കരുണയുടെ കരമായി ലോകം മുഴുവൻ അറിഞ്ഞത്. നമ്മള് വിശുദ്ധ മദർ തെരേസയാകാൻ പറ്റില്ല. ഞാനെന്ന വ്യക്തി എന്റെ ജീവിതത്തിൽ കൂടി, എന്നിൽ കൂടി ദൈവം എന്താണോ നിലച്ചിരിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രം ചെയ്ത് എന്റെ മുമ്പില്, ദൈവത്തിന്റെ മുമ്പിലും നീതിയോടും നിർമ്മല ഹൃദയത്തോടും കൂടെ ജീവിച്ചു കഴിഞ്ഞാല് ഈ വചനവും എനിക്ക് ഫലം കൊയ്യാൻ, അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ ഡെഡിക്കേഷനും, അല്ലെങ്കിൽ ഓരോ ദൈവിക പദ്ധതി. അപ്പൊ എന്നെ ഏൽപ്പിക്കുന്നതായിരിക്കില്ല മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്, നിങ്ങളെ ഏൽപ്പിക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ മക്കളെ ഏൽപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്തു പോയാൽ മതി, വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല. പക്ഷെ ഈ ഡെഡിക്കേഷൻ മാറുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? നിർഭാഗ്യം നമ്മളെ പിടികൂടുന്നതും. പിന്നെന്താ, നിർഭാഗ്യമായി വന്നു കഴിഞ്ഞാൽ ജീവിതം നിരാശയിലും അപകടത്തിലും ദുരന്തങ്ങളിലേക്കും പോകും. പിന്നെ ഇവിടെ ഒരു കഴുകലും ഒരു വിശുദ്ധീകരണത്തിന്റെയൊക്കെ ആവശ്യം വരും. അപ്പൊ നമുക്ക് കൂടുതൽ പെയിൻഫുൾ ആകും. അങ്ങനെ വരുന്ന അപകടങ്ങളും പിന്നെ സമയങ്ങളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ പരാധീനതകളും എല്ലാം അതിന്റെ ഒപ്പം തന്നെ കടന്നു പോകേണ്ടതായി വരും. മറിയം ആദ്യം മുതൽ അവസാനം വരെ ഡെഡിക്കേഷൻ ആയിരുന്നു. ഫുള്ള് സമർപ്പണത്തിന്റെ ജീവിതം പൂർണ്ണമായിരുന്നു. നമ്മൾക്ക് അത്രയും പറ്റില്ലെങ്കിൽ നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ദൈവികമായ സ്നേഹത്തിന്റെയും ഉള്ള കരുത്തനുസരിച്ച് മുന്നോട്ട് പോയ ബാക്കി കർത്താവ് ക്ലിയർ ചെയ്തപ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടെ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും ക്രിസ്തുവിനെ യഥാർത്ഥ ബോധത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഒരു ആചാരത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു ബാഡ് സപ്പോർട്ടിലോടുകൂടിയാണ് ജീവിക്കുന്നത്. അല്ലെ? അത് നമ്മള് ഒരു ആഘോഷം, ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞ കേക്ക് മുറിച്ച് എല്ലാവരും സന്തോഷിപ്പിക്കുക, അങ്ങനെ അതിൽ ഒതുങ്ങി പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ബർത്ത്ഡേയിൽ ഏറ്റവും വഷളായ ജീവിത സ്വഭാവ രീതികൾ ഭയങ്കര വൾഗറായിക്കൊണ്ടിരിക്കുകയാണ് യുവജനങ്ങളുടെ തരത്തില്. കാരണം ബർത്ത്ഡേയുടെ ദിവസം പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും
അവര് അന്നത്തെ ദിവസം ഒരുമിച്ചായിരിക്കാനായിട്ട് മദ്യവും അതുപോലെ മയക്കുമരുന്നും ഭക്ഷണവും ആഡംബരവും ഒക്കെ ചെയ്യാൻ. പക്ഷെ അന്ന് ദൈവം കൊടുത്ത അനുഗ്രഹത്തെ അവര് ഒരു സെക്കൻഡ് പോലും ഓർക്കുന്നില്ല. അന്നത്തെ ദിവസം വളരെ അപകടകരമായ രീതിയിൽ പോകാൻ പിശാച് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതം നിർഭാഗ്യമെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല് എങ്ങനെ കൊണ്ടുപോകുന്ന അനുസരിച്ചിട്ടാണ് ഓരോ ഭാഗ്യവും നമ്മളെ ഫോളോ ചെയ്യുന്നതും അത് നിലനിൽക്കുന്നതും. അതിനുള്ള അനുഗ്രഹം എല്ലാ മക്കളും അറിയട്ടെ, ദൈവത്തിന്റെ കരുണ എല്ലാവരും അറിയട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ